അവനെ വിളിച്ച് ചോദിക്ക്. ശിവൻ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണോന്ന്. അപ്പൊ അവൻ അവിടെ നിന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്യണോന്ന്. ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്. ഹലോ, അത് സാർ ഇവിടെ കളക്ടറും ഇപ്പൊ നിങ്ങളുടെ സൈഡാണല്ലേ? തൽക്കാലം ഞങ്ങൾ പോകുന്നു. പക്ഷേ ഇനി ഞങ്ങൾ വരുമ്പോ ഇതുപോലെ വെറും കൈയോടെ പോകുമെന്ന് വിചാരിക്കണ്ട. ദാ ഇയാളെയും പൊക്കിയെടുത്തോണ്ടേ പോവും. ആയിക്കോട്ടെ, അത് അപ്പോഴല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് സാർ ഇറങ്ങിയാട്ടെ. വാടോ. മോനെ ശിവ, മഹേട്ട. അയ്യോ മഹേട്ട, എന്തു പറ്റി? ഇത്രയൊക്കെ ഉള്ളു നിർമ്മല മനുഷ്യന്റെ കാര്യം. എന്താടാ ഒരു ഉന്മേഷക്കുറവ്? ഉറക്കം തീരെ കിട്ടണില്ല സാറേ. സെല്ലിനതൊക്കെ ശോകമാ. പിന്നെ ആന കൊതുകും. ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകിടണ്ടേ സാറേ? ആ, നിനക്ക് വേണ്ടി ഞാനവിടെ പട്ടുമത്ത് വിരിച്ചു തരാം. എന്താ? അല്ല സാറേ, ഒരു പുൽപ്പായെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ചെല്ല് ചെല്ല്, ബാക്കി നമുക്ക് കോടതിയിൽ ചെന്നിട്ട് തീരുമാനിക്കാം. ആ, എന്താടാ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇവനെ ഒന്ന് കണി കാണാൻ വന്നതാണോ നീ? കണി കാണാനല്ല, ഇവനെ ഒന്ന് കോമരം തുള്ളിച്ചാ കൊള്ളാവുന്നുണ്ട്. പക്ഷേ റസാക്കെ, നീ ഒന്ന് കനിയണം. ചുമ്മാ പോവാൻ നോക്ക് ശിവ. പഴയ സൗഹൃദം ഒന്ന് പുതുക്കിന്ന് വെച്ച് തലേ കയറാൻ നോക്കല്ലേ. റസാക്കെ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രകാശിനെ കൊല്ലാൻ എന്റെ അച്ഛൻ ഇവന് കൊട്ടേഷൻ കൊടുത്തെന്നല്ല ഇവൻ പറയുന്നേ. അത് ശുദ്ധ നുണയാണ്. അച്ഛൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആ, അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. റസാക്കെ, കോടതിയിൽ തെളിയണമെങ്കിൽ ഇവൻ ചെയ്ത കുറ്റം ഇവൻ ഏറ്റു പറയണ്ടേ? അതിവൻ പറയില്ലല്ലോ.